നമസ്കാരം. ഞാൻ ഡോക്ടർ സുരേഷ് എസ് പിള്ളൈ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ സീനിയർ കൺസൾട്ടൻറ്റ് സ്പൈൻ സർജനാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അല്ലെങ്കിൽ പെടല് വേദന വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? 90% ആൾക്കാർക്കും ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നടുവേദന അല്ലെങ്കിൽ പെടല് വേദന ഉണ്ടാകാറുണ്ട്. കഴുത്തിൻ്റെ ഭാഗത്തോ നടുവിൻ്റെ ഭാഗത്തോ വേദന ഉണ്ടായി അത് കൈകളിലേക്കോ കാലുകളിലേക്കോ വ്യാപിക്കുന്ന രീതിയിലുള്ള വേദന സാധാരണ ഉണ്ടാകുന്നത് ഡിസ്ക് തള്ളൽ മൂലമാണ്. ഡിസ്ക് നട്ടലിൻ്റെ കണ്ണികളുടെ ഇടയിൽ നിന്ന് തള്ളി നാഡികളെ ഞെരുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്കിലെ ജെല്ലി പോലുള്ള ഒരു വസ്തു സുഷുമ്നയെ അല്ലെങ്കിൽ ഞരമ്പുകളെ ഞെരുക്കിയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ആണ് ഇത്തരം വേദന ഉണ്ടാകുന്നത്. മിക്കവാറും എല്ലാ സ്പെഷ്യാലിറ്റിയിലും, ഉദാഹരണത്തിന് സ്പൈൻ സർജറി, ന്യൂറോ സർജറി, ഓർത്തോ സർജറി, ജനറൽ മെഡിസിൻ, ഫിസിക്കൽ മെഡിസിൻ തുടങ്ങി മിക്കവാറും ഏകദേശം എല്ലാ അലോപ്പതി ശാഖകളിലും ആയുർവേദം, ഹോമിയോപ്പതി, ചിറോപ്രാക്ടർ, ബോൺ സെറ്റർ, അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവരും ചികിത്സിക്കുന്ന ഒരു പ്രശ്നമാണ് ഡിസ്ക് തള്ളൽ. അതുകൊണ്ട് തന്നെ എവിഡൻസ് ഇല്ലാത്ത ഒട്ടനവധി മിഥ്യാധാരണകൾ നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്. സാധാരണ ഒരു ഗർഭസ്ഥനായ ഒരു കുഞ്ഞിന് നട്ടലിന് യൂണിഫോമായിട്ട് പുറകിലേക്കൊരു വളവാണുള്ളത്. കുട്ടി ജനിച്ചതിന് ശേഷം തല പൊക്കി പിടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ടൊരു വളവ് വരും. അതുപോലെ തന്നെ കുട്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നടുവിൻ്റെ ഭാഗത്ത് മുന്നോട്ട് ഒരു വളവ് വരും. ഇത് രണ്ടും ലോഡോസിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നിടവിട്ട് യൂണിഫോം പുറകോട്ട് ഉണ്ടായിരുന്ന വളവ് ഒന്നിടവിട്ട് മുന്നോട്ടും പുറകോട്ടുമായിട്ട് രൂപാന്തരപ്പെടും. ഇത് ശരീരഭാഗങ്ങളുടെ ഭാരം, തലയോട്ടിയുടെയും ഭാരം കാലുകളിലേക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഭൂമിയിലേക്കും കടത്തിവിടുന്നതിന്, ആയാസരഹിതമായി കടത്തിവിടുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ ഈ ഒന്നിടവിട്ടുള്ള വളവുകൾ ഉണ്ടാകുന്നത് അതിനിടയ്ക്കുള്ള ഈ കണ്ണികളുടെ ആകൃതിയിലുള്ള വ്യത്യാസം കൊണ്ടും അതിനിടയ്ക്കുള്ള ഡിസ്കുകൾ മൂലമാണ്. അപ്പോൾ ഈ ഡിസ്കുകൾ നമ്മുടെ സാധാരണ അപ്രൈറ്റ്, അതായത് 2 കാലിൽ നടക്കുന്ന മനുഷ്യന് ആണ് ഇത്തരം വ്യത്യാസങ്ങളുള്ളത്. 4 കാലിൽ നടക്കുന്ന മൃഗങ്ങൾക്ക് ഇത്തരം വളവുകൾ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മുടെ 2 കാലിൽ നടക്കുന്നതിനുള്ള അഡാപ്റ്റേഷനാണ് പലപ്പോഴും ഇത്തരം വളവുകൾ ഉണ്ടാകുന്നത്. അത് സാധാരണ നോർമലാണ്. 2 വശങ്ങളിലേക്കുള്ള വളവാണ് അബ്നോർമലായിട്ടുള്ളത്. നേരെയുള്ള വളവ് ഈ തരത്തിലുള്ളത് നോർമലായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വളവുകൾ ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ട് സഹായിക്കുന്നത് ഡിസ്കുകളുടെ ക്രമീകരണമാണ്. ഇപ്പോൾ സാധാരണയായിട്ട് നടുവേദന അല്ലെങ്കിൽ പെടൽ വേദന ഉണ്ടായാൽ മിക്കവാറും ഒരു 90% ആൾക്കാർക്കും അത് ബോഡി തന്നെ അത് റിപ്പയർ ചെയ്യും. അപ്പോൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ ഈ വേദന മാറും. അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ പലപ്പോഴും വേദന സംഹാരികൾ, ഫിസിയോതെറാപ്പി, ട്രാക്ഷൻ, അങ്ങനെ പല പല മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം ബോഡി തന്നെ അതിനെ റിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് അത് ശരിയാവുന്നത്. സാധാരണ പലപ്പോഴും ഒത്തിരി നാൾ ബെഡ് റെസ്റ്റ് കൊടുക്കുന്നതായി കാണാറുണ്ട്. പക്ഷേ ഒത്തിരി നാൾ ബെഡ് റെസ്റ്റ് കൊടുത്താൽ ശരീരത്തിൻ്റെ പേശികൾ, എല്ലുകൾ എല്ലാം ബലം കുറഞ്ഞതായി തീരും. അപ്പോൾ പെയിൻ അല്ലെങ്കിൽ വേദന രോഗിക്ക് സഹിക്കാവുന്ന രീതിയിലുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് മൊബിലൈസ് ചെയ്യുന്നതാണ് രോഗിയുടെ ഭാവിക്ക് നല്ലത്. അതല്ലെങ്കിൽ ഈ വേദന സംഹാരി സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. ആദ്യം വേദന ഉണ്ടാകുന്നു, അത് വേണ്ട രീതിയിൽ ചികിത്സിക്കാതിരുന്നാൽ അത് തലച്ചോറിൽ പിന്നീട് ചെറിയ വേദന വരുമ്പോഴും വലിയ വേദനയായിട്ട് രോഗി അത് പെർസീവ് ചെയ്യും. അപ്പോൾ ചെറിയ വേദന കൊണ്ട് തന്നെ അവരുടെ പെർസെപ്ഷൻ വലിയ പെയിനായിട്ട് തോന്നും. അപ്പോൾ ആദ്യം വരുന്ന വേദന ഇഫക്റ്റീവായിട്ട് ചികിത്സിച്ചില്ലെങ്കിലുള്ള പ്രശ്നമാണത്. അപ്പോൾ ആദ്യം വരുന്ന വേദന നന്നായിട്ട് ചികിത്സിക്കുക. അതിന് ഫിസിയോതെറാപ്പി വേണമെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാം, മൊബിലൈസ് ചെയ്യാം, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാം, ആക്ടിവിറ്റീസ് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഈ ഡിസ്കുകൾ വരാതിരിക്കുന്നതിന് റെഗുലറായിട്ട്, അതായത് സ്ഥിരമായ വ്യായാമം, നമ്മുടെ അബ്ഡമൻ, ബാക്ക് മസിൽ, പിന്നെ ശരീരത്തിലെ മസിൽസ്, രക്ത ഓട്ടം, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സ്ഥിരമായ വ്യായാമം, ഭംഗിയായ പോസ്ചർ, അതായത് ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നട്ടലിന് ഒന്നിടവിട്ട് മുന്നോട്ടും പുറകോട്ടും വളവുണ്ടെന്ന്, ആ വളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇരിക്കുമ്പോൾ ലംബാർ സപ്പോർട്ട് ഇട്ടിരിക്കുക. സിസ്റ്റം IT ഫീൽഡിലുള്ളവർക്കാണ് കൂടുതൽ വരാറ്. സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ ഐ ലെവലിൽ ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഒരേ പൊസിഷനിൽ തന്നെ മണിക്കൂറുകളോളം ഇരിക്കാതെ 1 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അല്ലെങ്കിൽ നടന്നിട്ട് വന്നിട്ടിരിക്കാം. സ്ഥിരമായി ഒരു അരമണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്യുന്നതിനും അത് ശരീരത്തിലെ എല്ലുകളും പേശികളും ബലവത്താക്കും.
ശ്വാസകോശങ്ങളുടെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനം നല്ലതാക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ അത് ഒരു പരിധി വരെ സഹായിക്കും, പിന്നെ കൺട്രോൾ ചെയ്യുന്നതിന് ഇത്തരം വ്യായാമങ്ങൾ സഹായിക്കും. പിന്നെ കിടക്കുമ്പോൾ ചെറിയ കട്ടിയുള്ള പഞ്ഞിമെത്ത, അതിൽ നമ്മുടെ ഈ സ്പൈൻ്റെ 1.5 വെട്ട് മുന്നുള്ള മുന്നോട്ടും പുറകോട്ടുമുള്ള ആ വളവ് മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കിടക്കുമ്പോൾ കഴുത്തിൻ്റെ അടിയിൽ ചെറിയ പില്ലോ ഉപയോഗിക്കാം. ചരിഞ്ഞ് കിടക്കുമ്പോൾ തോള് തൊട്ട് തല വരെ പൊക്കത്തിൽ പില്ലോ ഉപയോഗിച്ച് ആ നോർമൽ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് ഏറ്റവും ഭംഗിയായ കാര്യം. കൂടാതെ നല്ല ന്യൂട്രീഷൻ ഉള്ള ആഹാരം, കാൽസ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ വേണ്ടത്ര ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ചില അവസരങ്ങളിൽ റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ തീരെ കാലുകൾക്ക് ബലം കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ കൈകൾക്ക് ബലം കുറഞ്ഞു പോവുക, ശരീരം തളർന്നു പോവുക, മലമൂത്ര വിസർജനത്തിന് വ്യത്യാസം വരിക. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ ശസ്ത്രക്രിയ ആവശ്യമായി വരാം. മിക്കവാറും നടുവിൻ്റെ ചെയ്യുന്ന ശസ്ത്രക്രിയ ഒരു ഡിസ്കിൻ്റെ മാത്രമാണെങ്കിൽ നമുക്ക് കീ ഹോളായിട്ട് ചെയ്യാം, മൈക്രോ ഡിസ്കെക്ടമി ചെയ്യാം. എന്തായാലും അത് കീ ഹോളോ എൻഡോസ്കോപ്പിയോ മൈക്രോസ്കോപ്പിലൂടെയോ എങ്ങനെ ചെയ്താലും പുറകിലുള്ള നട്ടലിൻ്റെ പുറകിലുള്ള സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിന് ഡാമേജ് വരാത്ത രീതിയിൽ, സ്റ്റെബിലിറ്റി കോംപ്രമൈസ് വരാത്ത രീതിയിൽ ചെയ്യുക. അത് സ്ഥിരമായി നട്ടലിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യമായി ചെയ്യുന്നവരോ ചെയ്ത് പരിചയമില്ലാത്തവരോ ചെയ്യുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും നമ്മുടെ മനസ്സിൽ പേടിയുണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ചെയ്യിക്കുക, അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ. മാത്രമല്ല, അത് സമയത്ത് നമ്മൾ ഇടപെട്ടാൽ മിക്കവാറും ഉള്ള ബലക്കുറവുകൾ പരിഹരിക്കപ്പെടും, മലമൂത്ര വിസർജനത്തിനുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ചില അവസരങ്ങളിൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് ഇപ്പോൾ MRI ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും നമ്മൾ ഡിസ്കിന് പ്രോബ്ലം വന്നാൽ എക്സ്റേ എടുക്കും. അത് കഴിഞ്ഞാൽ എക്സ്റേയിൽ പ്രധാനമായിട്ട് അലൈൻമെൻറ്റും കണ്ണുകൾ തെന്നിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ ഡിസ്കും അതിൻ്റെ ഞരമ്പുകളെയും നന്നായിട്ട് കാണുന്നതിന് പലപ്പോഴും MRI തന്നെ വേണം. അപ്പോൾ MRI എത്രയോ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചെയ്താൽ എന്താണ് അസുഖമെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം, കാരണം 90% ഈ ഡിസ്ക് മൂലം ഉണ്ടാകുന്ന ബാക്ക് പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൈകാലുകളിലേക്കുള്ള വേദനയായിരിക്കാം. പക്ഷേ 5% അങ്ങനെ അല്ലാതെ വരാം. അങ്ങനെയുള്ള കാരണങ്ങളുണ്ടോ, ഇത് തന്നെയാണോ എന്ന് ഉറപ്പാക്കിയിട്ട് വേണം ബാക്കി തിരുമുകയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യുകയോ മറ്റ് മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയോ ചെയ്യേണ്ടത്. മിക്കവാറും നമ്മൾ സമയത്ത് സർജറി ചെയ്താൽ ഇത് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതാണ്. അത് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റിനോസിസ് കൂടുതലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്ക്രൂ വെച്ച് മുറുക്കുകയോ ഫ്യൂഷൻ ചെയ്യുകയോ ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും നമ്മുടെ സ്ഥിരമായ വ്യായാമ മുറകളും ആക്ടിവിറ്റി മോഡിഫിക്കേഷനും ഇതെല്ലാം കൊണ്ട് സാധാരണ ഗതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാവുന്ന ഒരു പ്രശ്നമാണ് ഡിസ്ക് പ്രോബ്ലം. ഞാൻ ഇത്രയും നേരവും പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതനുസരിച്ചുള്ള വ്യായാമ മുറകൾ നിങ്ങൾക്ക് പാലിക്കാം. അതല്ല, എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം.